മേഘയിലേക്ക് പോകാം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, നിരവധി വാർത്തകൾ വരാനിരിക്കുന്നു. കോഴിക്കോട് നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം, പ്രവർത്തക സമിതി യോഗം ഒക്കെ നടക്കാനിരിക്കുന്നു. സമസ്തയുമായുള്ള ഭിന്നത, മുനമ്പം വിഷയത്തിൽ UDF-നുള്ളിൽ ഉടലെടുത്ത പ്രതിസന്ധി, ലീഗ് ഒന്ന് പറയുന്നു, കോൺഗ്രസ് മറ്റൊന്ന് പറയുന്നു എന്ന നിലപാടുകളിൽ വരുന്ന ഭിന്നത, ഇതൊക്കെ ചർച്ചാ വിഷയമാകും. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി, പ്രത്യേകിച്ച് ചേലക്കരയിലെ തോൽവി, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ അജണ്ടയായി വരുന്നു. ഏത് രീതിയിലായിരിക്കും ഈ ലീഗ്? കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഇന്നലെയാണ് അവിടെ ഒരു പോസ്റ്റർ പ്രചാരണം, ലീഗിനെ രക്ഷിക്കൂ, ചില സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് ലീഗിനെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ പോസ്റ്ററും പതിച്ചിരിക്കുന്നു. ഇതൊക്കെ വലിയ വിഷയങ്ങളായി ലീഗിന് മുന്നിലുള്ളപ്പോൾ നിർണായകമാണ് ഇന്നത്തെ നേതൃയോഗം. വിനിഷ, ലീഗ് പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരും. രാവിലെ 9 മണിക്ക് ഭാരവാഹി യോഗം, അതിനുശേഷം 11 മണിയോടുകൂടി വർക്കിംഗ് കമ്മിറ്റി യോഗവും ചേരും. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ ഒന്നും കാണാത്ത അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് ലീഗ് കടന്നുപോകുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പരസ്യ പ്രസ്താവന ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതെല്ലാം ലീഗിന് ചർച്ച ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട്, മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി KM ഷാജി നടത്തിയ പ്രസ്താവന ഉണ്ട്. VD സതീശൻ അതിൽ നിന്ന് വിരുദ്ധമായൊരു പ്രസ്താവന നടത്തിയ സാഹചര്യം. ഇതിനെതിരെ KM ഷാജി അത് തിരുത്തിക്കൊണ്ട് വീണ്ടും വഖഫ് ഭൂമിയാണ് എന്ന പ്രസ്താവന നടത്തി രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ KM ഷാജിയോട് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന നിർദ്ദേശം ലീഗ് നേതാക്കൾ നൽകി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ KM ഷാജിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാസർഗോഡ് നടന്ന പൊതുപരിപാടിയിൽ ഉൾപ്പെടെ KM ഷാജി അത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അത് വരും സമയങ്ങളിൽ മനസ്സിലാകുമെന്ന തരത്തിൽ ഒരു കൃത്യമായ നിലപാട് പറയാതെ ന്യൂട്രലായി നിൽക്കുന്ന തരത്തിലാണ് ലീഗ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി തന്നെയാണ് KM ഷാജി ഒരു പ്രസ്താവന നടത്തുന്നു. ET മുഹമ്മദ് ബഷീറിനെ പോലെ മുതിർന്ന നേതാവ് KM ഷാജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. അപ്പോഴും VD സതീശൻ നിരന്തരമായത് വഖഫ് ഭൂമി അല്ല എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നു. ഇതെല്ലാം ലീഗ് ചർച്ച ചെയ്യേണ്ടി വരും. അതിനു പിന്നാലെയാണ് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം. കഴിഞ്ഞ കുറേ നാളുകളായി സമസ്ത ലീഗിനിടയിൽ വലിയ തരത്തിലുള്ള ഭിന്നത പുകയുന്ന സാഹചര്യമുണ്ട്. ഈ സമസ്തയിൽ കഴിഞ്ഞ ദിവസം ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലർ എന്ന തരത്തിലുള്ള ചേരിതിരിവുണ്ടായൊരു സാഹചര്യമുണ്ട്. യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ ലീഗ് വിരുദ്ധർ പങ്കെടുക്കാതെ മാറി നിന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനം എന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ സംസ്ഥയുടെ ഏറ്റവും ആരാധ്യനായ നേതാവിനെ, പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ട് PMA സലാം രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. PMA സലാമിനെ പോലെയുള്ള ഒരു വ്യക്തി സമസ്ത അധ്യക്ഷനെ വിമർശിച്ചതിനെ വലിയ തരത്തിലുള്ള വിമർശനം സമസ്തയ്ക്കുള്ളിലുണ്ട്, മുഷാഫറ അംഗങ്ങൾക്കിടയിലുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളും ലീഗ് യോഗത്തിൽ ചർച്ചയാവും എന്നത് തീർച്ചയാണ്. ഉമർ ഫൈസി മുക്കം തുടർച്ചയായി ലീഗിനെതിരെ പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഉമർ ഫൈസി മുക്കം ഇന്നലെ പോലും അരീക്കോട് നടന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വേദി ലീഗ് ഒരുക്കി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ സാഹചര്യം കൂടി മുന്നിലുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ലീഗിന് ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തീർത്തും ഇന്നത്തെ യോഗം എന്നത് ലീഗിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രാവിലെ 11 മണിക്കാണ് ഈ വർക്കിംഗ് കമ്മിറ്റി ചേരുക. അതിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ചയാവുക എന്നതാണ് വിനിഷ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.